Hello everyone, welcome to a new episode of 365 Days of English. I am Shruti. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്യാറുണ്ടോ പഠിച്ചു, ഡു ആൻഡ് ഡസ്. പിന്നെ നമ്മൾ ചെയ്തോ എന്നെങ്ങനെ ചോദിക്കും. ഒരു കാര്യം ചെയ്തോ, നിങ്ങളത് ചെയ്തോ, നീ അത് ചെയ്തോ, അവനെ അത് ചെയ്തോ എന്നെങ്ങനെ ചോദിക്കും. അപ്പം ഒരാളോട് ചോദിക്കണം, നീ ഇന്നലെ ആ സിനിമയ്ക്ക് പോയോ? Did you go for that movie yesterday? Did you go for that movie yesterday? നീ ഇന്നലെ ആ മൂവിക്ക് പോയോ? അതുപോലെ ഡിഡ് യു ഗോ ടു ജിം ടുഡേ? നീ ഇന്ന് ജിമ്മിൽ പോയോ? ഡിഡ് യു ഈറ്റ് ഫുഡ്? നീ ഫുഡ് കഴിച്ചോ? അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തോ എന്നൊരാളോട് ചോദിക്കുമ്പം എപ്പോഴും ഡിഡാണ് യൂസ് ചെയ്യുന്നത്. ഡിഡ് ഫസ്റ്റ് വരും. ഡിഡ് യു കോൾ ഹിം യെസ്റ്റർഡേ? നീ ഇന്നലെ അവനെ വിളിച്ചോ? ഡിഡ് യു ആസ്ക് ഹിം അബൌട്ട് ദ മീറ്റിങ്ങിനെ കുറിച്ച് അവനോട് ചോദിച്ചോ? ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ആൻസർ പറയുമ്പം എങ്ങനെയാണ് വരിക? ഇപ്പം ഡു ഡസ് നമ്മൾ പറഞ്ഞു. ഡു യു സിങ് നോക്കുമ്പം യെസ് ഐ ഡു എന്നല്ലെങ്കിൽ യെസ് ഐ സിങ് എന്ന് പറയാം. ഇവിടെ ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പം യെസ് ഐ ഡിഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം, എന്താണ് ആ കാര്യം, ഡിഡ് യു ഗോ ടു ജിം എന്ന് ചോദിക്കാം. ജിമ്മിൽ പോയി എന്ന് പറയണം. യെസ് ഐ വെൻറ്റ് ടു ജിം. അപ്പം സെക്കൻഡ് ഫോമാണ് അവിടെ വരേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഫോമാണ് ഡിഡ് യു ഗോ. പക്ഷേ ആൻസർ വരുമ്പം യെസ് ഐ വെൻറ്റ് ടു ജിം യെസ്റ്റർഡേ. ഗോയിൻ്റെ സെക്കൻഡ് ഫോം വെൻറ്റ്, പോയി. അതുപോലെ ഡിഡ് യു ആസ്ക് ഹിം അബൌട്ട് ദ മീറ്റിങ്ങിനെ പറ്റി അവനോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചു. യെസ് ഐ ഡിഡ് അല്ലെങ്കിൽ യെസ് ഐ ആസ്ക്ഡ് ഹിം അബൌട്ട് ദ മീറ്റിംഗ്. അപ്പം സെക്കൻഡ് ഫോം ആയിരിക്കണം എപ്പോഴും വരേണ്ടത്. ഡിഡ് യു ഈറ്റ്? കഴിച്ചോ? യെസ് ഐ ഈറ്റ്. ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചില്ല എന്നാണെങ്കിലോ? നോ ഐ ഡിഡൻറ്റ് ഈറ്റ്. ഡിഡ് നോട്ട്. ഞാനത് ചെയ്തില്ല. ഡിഡിൻ്റെ കൂടെ ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഡിഡ് യു ഗോ ടു ദ മാരേജ് യെസ്റ്റർഡേ? നീ ഇന്നലെ കല്യാണത്തിന് പോയോ? യെസ് ഐ വെൻറ്റ് ടു ദ മാരേജ് യെസ്റ്റർഡേ. ഞാൻ പോയില്ല. നോ ഐ ഡിഡൻറ്റ് ഗോ ഫോർ ദ മാരേജ് യെസ്റ്റർഡേ. ഞാൻ ആ കല്യാണത്തിന് പോയില്ല. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഡിഡ് യു, അതുപോലെ ഡിഡ് എല്ലാവരുടെ കൂടെയും വരും കേട്ടോ. ഇങ്ങനെ ഇപ്പുറത്തെ ആൾക്കാരുടെ കൂടെ ഒന്നുമില്ല. ഐ യു ദേ വി ഹി ഷീ ഇറ്റ് നെയിം, ഇവരുടെ കൂടെ എല്ലാം ഡിഡ് വരും. ഇവർ ആരായാലും ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പം ഡിഡ് ഫ്രണ്ടിലിടുക, ചോദിക്കാം. ഡിഡ് ദേ വാച്ച് ദ മൂവി? ഡിഡ് വി കംപ്ലീറ്റ് ദ ടാസ്ക്? അതുപോലെ ഡിഡ് ടോം അറ്റൻഡ് ദ മീറ്റിംഗ്? ടോം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോ? അപ്പം ആരുടെ കൂടെ ആയാലും ഡിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഡിഡ് ഫസ്റ്റ്, ആൻസർ പറയുമ്പം ചെയ്തു എന്നാണെങ്കിൽ അതെന്താണോ ആ ആക്ഷൻ അതിൻ്റെ സെക്കൻഡ് ഫോം ആയിരിക്കും വരുന്നത്. ഡിഡ് യു ഗോ എന്ന് ചോദിച്ചാൽ യെസ് ഐ വെൻറ്റ്. അതുപോലെ ഡിഡ് യു അറ്റൻഡ് ദ മീറ്റിംഗ്? യെസ് ഐ അറ്റൻഡഡ് ദ മീറ്റിംഗ്. അറ്റൻഡഡ്. ഓക്കെ. ഡിഡ് യു ടേക്ക് ദ പിക്ചർ? യെസ് ഐ ടുക്ക് ദ പിക്ചർ. അല്ലെങ്കിൽ ഐ ഡിഡൻറ്റ് ടേക്ക് ദ പിക്ചർ. ഓക്കെ, ചെയ്തില്ല എന്നാണെങ്കിൽ ഫസ്റ്റ് ഫോം ആയിരിക്കും ഐ ഡിഡൻറ്റ് ടേക്ക്. ഐ ഡിഡൻറ്റ് ടുക്ക് എന്ന് പറയരുത്. ഐ ഡിഡൻറ്റ് ടേക്ക് ദ പിക്ചർ. ഐ ടുക്ക്, ഐ ഡിഡൻറ്റ് ടേക്ക്. ഓക്കെ, അപ്പം ചെയ്തോ എന്ന് ചോദിക്കാനും ചെയ്തില്ല എന്ന് പറയാനും ചെയ്തു എന്ന് പറയാനും നമ്മൾ പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.